അങ്ങനെ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എൻ്റെ കൂടെയുള്ളത് തിരൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീനാണ്. അങ്ങനെ തിരൂർക്കാരുടെ സുൽത്താനായി കുറുക്കോളി മൊയ്തീൻ വരുമെന്നാണ് അണികളൊക്കെ പറയുന്നത്. സാഹിബേ, എന്തൊക്കെയാണ് പ്രതീക്ഷ? ഞാൻ തിരൂർക്കാരുടെ സേവകനാണ്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും അവരുടെ സേവകനായി ഞാനിവിടെ മുമ്പിലുണ്ടാവും. അണികളുടെ ഇടയിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വളരെ സന്തോഷകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് എല്ലാ പ്രവർത്തകരും തരുന്നത്. അവർ നടത്തിയ അധ്വാനം വളരെ കടുത്തതായിരുന്നു. ഈ കൊടും ചൂടിലും സമീപകാലത്തൊന്നും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് UDFൻ്റെ പ്രവർത്തകന്മാർ കാഴ്ചവെച്ചത്. അവരുടെ എങ്ങനെ നന്ദി പറയണമെന്നുള്ളത് എനിക്കറിയില്ല. ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ. LDF സ്ഥാനാർത്ഥിയായി മന്ത്രി അബ്ദുറഹിമാൻ വന്ന സമയത്ത് ചെറിയൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ ക്യാമ്പിൽ ആർക്കും ആശങ്ക ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളിവിടെ റെഡിയാണല്ലോ. ഇവിടെ സജ്ജമായി നിൽക്കുന്ന യൂത്തിൽ ഇവിടെ UDFൻ്റെ പ്രവർത്തകന്മാർ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം കാത്തിരിക്കുകയായിരുന്നു. ഈ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ നമുക്ക് എത്രയായിരിക്കും ലീഡ്? അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പെട്ടിയിലായിട്ടുണ്ട്. അത് ദൈവത്തിനറിയാം കൃത്യമായ കണക്ക്. അത് നാളെ പ്രഖ്യാപിക്കും. ഭൂരിപക്ഷം ഏകദേശം കണക്കെത്രയായി? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലുണ്ടാകും എന്നാണ് അണികൾ പറയുന്നത്. സാഹിബിൻ്റെ ഒരു വിലയിരുത്തൽ അവർ പറയുന്നത് ശരിയായിരിക്കും. റെക്കോർഡ് വിജയത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അതൊരു ശൈലി വ്യത്യസ്തമാവും. എങ്ങനെയാണ് കേരളത്തിലെ മൊത്തത്തിലൊരു സാഹചര്യം? UDFന് അനുകൂലമാണ്. UDF ട്രെൻഡ് ഉണ്ടോ? UDF തിരിച്ചു വരൽ അനിവാര്യമാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു. 10 കൊല്ലത്തെ ഈ സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം അത്രമാത്രം ദുരിതപൂർണമായിരുന്നല്ലോ. അതിനൊരു മാറ്റം എല്ലാവരും ആഗ്രഹിച്ചു. ജനങ്ങൾ അതിനൊരു മറുപടി നൽകും തീർച്ചയായിട്ടും. അതിനെയാണ് LDFൻ്റെ ഭരണത്തിൽ അതൃപ്തി ജനങ്ങൾക്കുണ്ട്. അതിനുള്ള മറുപടി ആയിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നുള്ളതാണ് കുറുക്കോളി മൊയ്തീനും വ്യക്തമാക്കുന്നത്.